ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെറിയ പ്രശ്നത്തിനെ കൊണ്ടാണ്. കൊതുക് കടിച്ചാൽ ചൊറിയാത്തവരായി ആരുമില്ല. പക്ഷേ ചിലരിലാണെങ്കിൽ ഇത് കുറേ ദിവസം ആ ചൊറിച്ചിൽ നിൽക്കുകയും അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനെയാണ് നമ്മൾ പാപ്പുലർ അർട്ടിക്കേരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസെക്ട് ബൈറ്റ് റിയാക്ഷൻ. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു റിയാക്ഷൻ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളിലാണ് കണ്ടുവരുന്നത്. കാരണം ആദ്യം ഒരു കൊതുകടി കിട്ടും, അതിനോട് നമ്മുടെ ശരീരം പ്രതിപ്രവർത്തനം ചെയ്യണം. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി അതിനോട് എതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റിയാക്ഷൻ വരുന്നത്. അപ്പം കാലക്രമേണ കൊതുകടി കിട്ടുന്നിടത്തോളം കാലം ഇത് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡീസെൻസിറ്റൈസേഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു. അതായത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിൽ വരാനുള്ള സാധ്യത പയ്യെ കുറഞ്ഞു വരുന്നതായിട്ടും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 7 അല്ലെങ്കിൽ 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളിൽ ഈ ഒരു പ്രശ്നം കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം എന്താണ് രോഗലക്ഷണം? ചുവന്ന് തടിച്ച ചൊറിച്ചിലോടുകൂടിയ അടയാളങ്ങൾ നമുക്ക് കൂടുതലും ഡ്രസ്സ് ഇടാത്ത ഭാഗങ്ങളിൽ, അതായത് മുഖത്ത്, ചെവിയുടെ സൈഡിൽ, കയ്യിൽ, കാലിൽ, കാൽപ്പത്തിയിൽ ഇങ്ങനെയുള്ള ഭാഗത്തും, അല്ലെങ്കിൽ നമ്മളിപ്പം മൂട്ടയുടെ ശല്യം കൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത്, അതായത് ബട്ടക്സിൽ, വയറിൻ്റെ അവിടെ, ഇവിടെയാണെങ്കിൽ ഡ്രസ്സ് മൂടി കിടക്കുന്ന ഭാഗമാണ്, പക്ഷേ നമ്മൾ കിടക്കുന്നതോ അല്ലെങ്കിൽ ഇരിക്കുന്നതോ സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ മൂട്ടകടി കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗത്ത് കുരുക്കളായിട്ട് പ്രത്യക്ഷപ്പെടുക. അപ്പം ഇങ്ങനെ വരുന്ന കുട്ടികളിലാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള മറ്റു കുട്ടികൾക്കോ കസിൻസിനോ ഒക്കെ ഇതേ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. പല സമയത്തും പക്ഷേ അങ്ങനെ കിട്ടാറുമില്ല. അതായത് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും കൊതുക് ഒരുപോലെ കടിക്കുന്നുണ്ടാവും, പക്ഷേ ഒരു കുട്ടിക്ക് മാത്രമായിരിക്കും കൂടുതൽ ചൊറിച്ചിലും ബുദ്ധിമുട്ടും വരുന്നത്. അതിനുള്ള കാരണം അവരുടെ ഈ കൊതുക് കടി കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പ്രാണി കടിച്ചത് കൊണ്ട് മാത്രമല്ല നമുക്ക് ഈ പ്രശ്നം വരുന്നത്, അതിനോട് നമ്മുടെ ബോഡിക്കുണ്ടാകുന്ന റിയാക്ഷനാണ് ഇവിടെ കൾപ്രിറ്റ്. അതാണ് നമുക്ക് ഈ ചൊറിച്ചിലിനുള്ള കാരണം. അറ്റോപ്പി അല്ലെങ്കിൽ അലർജി ഉള്ള കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ചൊറിച്ചിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മറ്റെന്തെങ്കിലും അലർജി ഉള്ള കുടുംബക്കാരാണെങ്കിലും ചൊറിച്ചിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇനി ഇതിന് നമുക്ക് എന്താണ് പ്രതിവിധി? ഒന്ന്, നമ്മൾ പുറത്തു പോകുമ്പോഴത്തേക്ക് കുട്ടീനെ കംപ്ലീറ്റ് കവർ ചെയ്ത ഡ്രസ്സ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ചൂടുള്ള സമയത്ത് ഒക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല കൊതുകടിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഈ പ്രാണി കടിച്ചിട്ടുള്ള പ്രശ്നം കൂടുതലായിട്ട് കാണുന്നതും മഴക്കാലത്തും ചൂടുകാലത്തുമാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ കംപ്ലീറ്റ് കവർ ചെയ്ത് കിടക്കുന്ന ഉടുപ്പിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ സമ്മതിക്കത്തില്ല. പക്ഷേ വീട്ടുകാർ നിർബന്ധിച്ച് അധികം വെയിറ്റ് ഇല്ലാത്ത കോട്ടൺ പോലെയുള്ള സോഫ്റ്റായിട്ടുള്ള ഡ്രസ്സ് ധരിപ്പിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവർ പുറത്തു പോകുമ്പോഴത്തേക്കും നമുക്ക് പ്രാണി കടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഡയറക്റ്റ് ശരീരത്തിൽ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ ഉടുപ്പിലൊക്കെ തേക്കുന്നതുകൊണ്ട് അങ്ങനത്തതും ഉപയോഗിക്കാം. പലരും കർപ്പൂരവും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ശരീരത്തിൽ ഇടാറുണ്ട്. ഇത് നല്ലൊരു ഇതാണ്, നമുക്ക് തടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് കർപ്പൂരത്തിനോട് അലർജി വരികയോ അല്ലെങ്കിൽ കർപ്പൂരത്തിൻ്റെ മണം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നവർ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഹൗസ് ഡസ്റ്റ് മൈറ്റ്, അതായത് പൊടിയിലൊക്കെ താമസിക്കുന്ന പ്രാണികളും നമുക്ക് ഇതേ പ്രശ്നം ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ വീട്ടിൽ കോർണറിലൊക്കെ പൊടി കൂടുതലായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കുക. കർട്ടൻ, നമ്മൾ ബുക്ക് ഷെൽഫ്, തുണിയൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന അലമാരികൾ, ഇതിൻ്റെ ഇടയിലൊക്കെ പൊടി വരാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല സോഫ, കുഷനൊക്കെ ഇട്ട സോഫയിലും പ്രാണികൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് നമുക്ക് മൂട്ട ശല്യമാണ്. അപ്പോൾ അത് ഒത്തിരി പഴയ മെത്തയിൽ മൂട്ട വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒത്തിരി പഴയ മെത്തയാണെങ്കിൽ അത് മാറ്റുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇടയ്ക്കെങ്കിലും കട്ടിലൊക്കെ എടുത്ത് വെയിലത്തിടുക. എന്നിട്ട് ഈ പ്രാണി വരാതിരിക്കാനുള്ള സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ്. ഇനി വീട്ടിലെ പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിൻ്റെ ദേഹത്തു നിന്നുള്ള ചെള്ളും നമുക്ക് ഇതേ ഉപദ്രവം ഉണ്ടാക്കാറുണ്ട്. അപ്പം ചെള്ളിനുള്ള മരുന്ന് കൃത്യമായ ഇടവേളകളിൽ ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ
കുട്ടികൾ വിയർത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് കടി കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുട്ടികളെ കുളിപ്പിക്കുക, ടൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ള ഡ്രസ്സ് ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഇപ്പം ഒന്ന് ഡ്രൈ സ്കിന്നാണെങ്കിൽ ചൊറിയാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുളിച്ചതിന് ശേഷം നനവുള്ള ടവൽ കൊണ്ട് ഒപ്പിയിട്ട് ദേഹത്തെല്ലാം ഒരു പ്ലെയിൻ മണമില്ലാത്ത മോയ്സ്ചറൈസിങ് ലോഷൻ ഉപയോഗിക്കുക. ചൊറിച്ചിലുണ്ടെങ്കിൽ ചൊറിച്ചിലിനുള്ള മരുന്ന് കൊടുക്കുക. പലർക്കും അകത്തേക്ക് മരുന്ന് കഴിക്കാൻ പേടിയാണ്, പക്ഷേ ഒരു ഡോക്ടർ പറയുന്ന പ്രകാരം മരുന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ചുവപ്പ് ചൊറിച്ചിലിൻ്റെ കുരുക്കളോ അല്ലെങ്കിൽ പൊട്ടിയ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മരുന്നിടേണ്ടതാണ്. അത് നമ്മൾ സാധാരണ മൈൽഡായിട്ടുള്ള സ്റ്റീറോയിഡുള്ള ക്രീമാണ് കൊടുക്കുന്നത്. അതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. കഴിവതും നമ്മൾ ഇടുകയാണെങ്കിൽ 2 നേരം വെച്ചിട്ട് ഒരു 10 ദിവസം ഇടുകയാണെങ്കിൽ പിന്നെ അത് ഒരു നേരമായിട്ട് കുറച്ചിട്ട് വേണം നിർത്താനായിട്ട്. പെട്ടെന്ന് സഡനായിട്ട് നിർത്തുന്നത് ആ മൈൽഡ് സ്റ്റീറോയിഡിനോടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ റെസ്പോൺസ് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? നമുക്കിങ്ങനെ ഒരു പ്രശ്നം, ഒരു കടി കൊണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇനി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്? അപ്പം സാധാരണ ഇതിൽ ഈ ചൊറിച്ചിലിൻ്റെ മരുന്ന് ഇടുന്ന ക്രീമൊക്കെ കൊണ്ട് തന്നെ ഇത് സബ്സൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ ചില അവസരങ്ങളിൽ തൊലി പൊട്ടുന്നത് കാരണം പുറമേ നിന്നുള്ള ഒരു ഇൻഫെക്ഷൻ അവിടെ വരാം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചുവപ്പ് നിറം കൂടുതലായിട്ട് വരാം, നീര് വരാം, അല്ലെങ്കിൽ വേദന വരാം, കുട്ടിക്ക് പനി വരാം. ഇങ്ങനെ എന്തെങ്കിലും, അതായത് സെക്കൻഡറി ഇൻഫെക്ഷൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് അടുത്തുള്ള ഡോക്ടറെ കാണിച്ചിട്ട് ചിലപ്പോൾ അകത്തേക്ക് ആൻറ്റിബയോട്ടിക് മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ഇനി ഇത് സബ്സൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ കറുപ്പ് അല്ലെങ്കിൽ കറുപ്പിൻ്റെ നടുക്ക് ഒരു വെളുത്ത കലയായിട്ടാണ് സബ്സൈഡ് ചെയ്യുന്നത്. അത് കാലക്രമേണ പോകും, അത് കണ്ട് പേടിക്കേണ്ടതില്ല. പലരും നമ്മുടെ അടുത്ത് വരുന്നത് കാലിലൊക്കെ നിറയെ കറുത്ത കലകളാണ്, അതിനെന്ത് ചെയ്യാം എന്ന് ചോദിച്ചിട്ടാണ്. അത് സത്യത്തിൽ കുട്ടി വളർന്നു വരുന്ന അനുസരിച്ചിട്ട് അത് മാറി വരികയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഡീസെൻസിറ്റൈസേഷൻ എന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടി വളരുന്നതിനനുസരിച്ചിട്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമ്മൾ 2 വർഷം വരെ ഒരേ സ്ഥലത്ത് തന്നെ താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രാണികളായിട്ട് നമ്മൾ ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെത്തും. പക്ഷേ നമ്മൾ പുറത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ വരികയാണെങ്കിൽ പുതിയ സ്ഥലത്തുള്ള കൊതുകിൻ്റെ കടി നമുക്ക് ഇതുപോലൊരു റിയാക്ഷൻ ഉണ്ടാക്കാം. തിരിച്ച് നമ്മുടെ പഴയ സ്ഥലത്തെത്തുമ്പോൾ പഴയ നമ്മുടെ ഫ്രണ്ട്ലി കൊതുകുകളും നമ്മളെ കടിക്കാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പുറത്തൊക്കെ താമസിക്കുന്ന ആൾ, വിദേശത്തൊക്കെ താമസിക്കുന്നവർ തിരിച്ച് അവരുടെ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഈ കൊതുകടിയുടെ ശല്യം കൂടുതലായിട്ട് അനുഭവിക്കാറുണ്ട്. പിന്നെ പ്രായമായവരിൽ, അതായത് ഡയബറ്റീസോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സംബന്ധമായ അസുഖങ്ങളുള്ളവരിലോ ഒക്കെ, അല്ലെങ്കിൽ കീമോതെറാപ്പി യൂസ് ചെയ്യുന്നവരിലോ ഈ കൊതുകടിയുടെ പ്രശ്നം, കൊതുകെന്ന് ഞാൻ പലവട്ടം പറഞ്ഞെങ്കിലും എന്ത് പ്രാണിയാകാം. നമ്മുടെ നാട്ടിൽ കൊതുക്, മൂട്ട, ചെള്ള് ഇവരാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. അപ്പം ഇനി ശരീരത്തിൽ ഇതുപോലുള്ള പാടുകളോ ചൊറിച്ചിലോ വരികയാണെങ്കിൽ പേടിക്കേണ്ട. നമ്മൾ ചൊറിച്ചിലുള്ള മരുന്നും ക്രീമും ഉപയോഗിച്ചിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക. നന്ദി, നമസ്കാരം.